നമ്മുടെ നെസ്റ്റ് ടീമിന്റെ ഒരു ഉഡായിപ്പ് ബിഗ് ബോസ് വളരെ മനോഹരമായി കാണിച്ചു തരുന്നുണ്ട് ലൈവിന്റെ അകത്ത്. ആ ടീമിലുള്ള മെമ്പേഴ്സിന്റെ പേരുകൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾ എന്നോട് പറയും ഇവരിൽ നിന്നും ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നാണ്. ഗബ്രി, സിജോ, അർജുൻ, അപ്സര, ഇവരാണ് ആ 4 പേര്. എന്ത് ഉഡായിപ്പാണ് ഇവര് കാണിക്കുന്നത്. ഒട്ടും ഫെയർ ഗെയിമേ അല്ല കേട്ടോ. ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞിരുന്നു റൂമുകളിൽ കയറരുത് എന്ന്. സിഗരറ്റ് റൂമിൽ പാവയെ ഒളിപ്പിച്ച് വെച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. ലൈവ് കണ്ടവർക്കറിയാം വളരെ അൺഫെയർ ആയിട്ടാണ് കളിച്ചത്. അതും പാവയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പാവയെ എവിടെ വേണേലും കൊണ്ടു നടക്കാം. എന്തിനാണ് ഈ റൂമിന്റെ അകത്ത് ക്ലോസ്ഡ് സ്പേസസിന്റെ അകത്ത് കയറുന്നത്? അല്ല, എനിക്ക് മനസ്സിലാകാത്തോണ്ട് ഞാൻ ചോദിക്കും, ഒരു ഗെയിം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു ഫെയർ ആയിട്ട് കളിക്കണ്ടേ? ഇത് എന്തുവാണ് ഇത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു? ഇവരൊക്കെ എന്തിനാ വേറെ ടീമുകളെ ഫേസ് ചെയ്യാൻ? ഇവർക്ക് എന്താ മടിയാണോ? കളിച്ചാൽ തോറ്റു പോവും എന്ന് തോന്നുന്നുണ്ടോ ഇവർക്ക്? അല്ല, കളിച്ചിട്ട് തോറ്റു കഴിഞ്ഞാൽ അതിനൊരു അന്തസ്സുണ്ട്. ഇവിടെ ഇപ്പൊ എന്താണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ജിൻഡോയുടെ ടീം ഈ ടാസ്ക് തോറ്റുപോയി. ഒന്നാമത് ജിൻഡോ ആ പരിസരത്ത് ഇല്ലായിരുന്നു. കിച്ചൺ ഏരിയയിൽ പണി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്സര വന്ന് ശ്രീതു, അൻസിബ, ജാസ്മിൻ എന്നിവരെ അറ്റാക്ക് ചെയ്തത്. ജിൻഡോ ഈ ഒരു സിഗരറ്റ് റൂമിന്റെ ഭാഗത്ത് തന്നെയായിരുന്നു. അങ്ങനെയാണ് ഇവരുടെ ടീം ഔട്ടായത്, ജിൻഡോയുടെ ഒക്കെ ടീം. എപ്പിസോഡ് കണ്ടാൽ മാത്രമേ ചില ആംഗിൾസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ആ സമയത്ത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. എന്തായാലും ഫസ്റ്റ് റൗണ്ടിൽ നമ്മളെ ലൈവിൽ കാണിച്ചിടത്തോളം തോറ്റുപോയത് ഡെൻ ടീമാണ്. ഡെൻ ടീമിന്റെ ഭാവയാണ് മരിച്ചത്. ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ജിൻഡോയുടെ ജാനുവിനെ പ്രൊട്ടക്ട് ചെയ്തില്ല വേണ്ടത്ര. പുള്ളി പ്രൊട്ടക്ട് ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജാനു മരിക്കില്ലായിരുന്നു. പുള്ളി ഓർത്ത് വേറുള്ളവരുടെ ബലൂൺ പൊട്ടിക്കുന്നതാണ് ഗെയിം എന്ന്. അതൊരു തെറ്റിദ്ധാരണയാണ് ജിൻഡോയ്ക്ക് ഉണ്ടായത്. മനുഷ്യരാണ്, അബദ്ധങ്ങൾ സംഭവിക്കും. ഇപ്പൊ നെക്സ്റ്റ് ടീമിന്റെ ഭാവയെ അറ്റാക്ക് ചെയ്യാൻ പോയതാണ് ജിൻഡോ കാണിച്ച അബദ്ധം. നെക്സ്റ്റ് ടീം കാണിച്ചത് ഫൗൾ ആണെന്ന് പറഞ്ഞ് അവിടെ റിയാക്ട് ചെയ്തിരുന്നുവെങ്കിൽ പോലും അതൊരു നല്ല ഗെയിമാണെന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷെ ജിൻഡോ നേരെ ചെന്ന് നെക്സ്റ്റിന്റെ ബലൂൺ പൊട്ടിക്കാൻ നോക്കി, പകരം പുള്ളിയുടെ ടീമിന്റെ ബലൂൺ പൊട്ടി. ഈ ഒരു അറ്റാക്ക് എന്ന വാക്കിനെയൊക്കെ ഗബ്രി വളച്ചൊടിക്കാനൊക്കെ നോക്കുന്നുണ്ട് ജിൻഡോയായിട്ട് ഒരു അടി ഉണ്ടാവുന്ന സമയത്ത്. എന്തായാലും ഡെൻ ടീം നല്ല ഒന്നാന്തരമായിട്ട് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ തോറ്റുപോയി. സെക്കൻഡ് റൗണ്ടിൽ നമ്മുടെ ടണൽ ടീം നെസ്റ്റിനെ പൊട്ടിച്ചു വിടുന്നുണ്ട്. സിഗരറ്റ് റൂമിൽ വെച്ച് വീണ്ടും ഒരു മൽപ്പിടുത്തം ഉണ്ടായി. ഋഷിയുടെ കൈയൊക്കെ മുറിഞ്ഞുപോയി. ഏതായാലും ഇത്രയും വലിയൊരു അൺഫെയർ ഗെയിം കളിച്ച് ഉഡായിപ്പ് കാണിച്ച ഇവര് ഈ ടാസ്ക് ജയിക്കാൻ അർഹരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവർ തോറ്റുപോയത് നന്നായി എന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ ടാസ്കിൽ ബാക്കിയുള്ളത് പവറും ടണലും മാത്രമാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.